ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കർത്താവ് ഇന്ന് നമ്മുടെ നടുവിൽ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്ന് പറഞ്ഞതുപോലെ വിശ്വാസത്തോടെ നമ്മുടെ കാൽച്ചുവടുകൾ നമ്മൾ എടുത്തു വെക്കുമ്പോൾ ദൈവത്തിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെയും നമ്മുടെ ജീവിതത്തിലൊരു ദൈനംദിന സംഭവം എന്ന പോലെ കർത്താവ് അതിനെ മാറ്റുവാനായിട്ട് പോവുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാലും തുടർന്ന് നമ്മൾ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു എലീറ്റ് സ്പോൺസറാണ്, എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീകമായിട്ട് വളരുവാൻ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, മക്കളും കൊച്ചുമക്കളും രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ, അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ. ഈ ഭവനം ഇത് നിമിത്തം അനുഗ്രഹം പ്രാപിക്കട്ടെ. അടുത്തത് ഒരു കോ സ്പോൺസറാണ്, എടപ്പള്ളിയിൽ നിന്നൊരു വെൽവിഷറാണ്. കർത്താവെ, ഭവനം ലഭിക്കുവാൻ, വെൽവിഷന്റെ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ, ടാർഗറ്റ് അച്ചീവ് ചെയ്യുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നപ്പ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത് സ്പോൺസർ ചെയ്തവരുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തേക്ക് നമുക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ? ഐ എം സോ ഹാപ്പി ദാറ്റ് വി കുഡ് കം ടുഗദർ വൺസ് അഗൈൻ ടു ലേൺ ദ വേർഡ്. ദൈവവചനം എന്ന് പറഞ്ഞാൽ ഒരു ലഹരിയാണ് അല്ലേ? തേനാണ്, തേൻകട്ടയാണ്, അതിനേക്കാൾ മാധുര്യമുള്ളതാണെന്നൊക്കെയാണ് ടേസ്റ്റ് ചെയ്തവർ പറയുന്നത്. അപ്പം നമ്മൾ അതിലേക്കാണ് പോകുന്നത്. ഈ ആഴ്ചയിൽ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് പ്രീ റെക്വിസൈറ്റ്സ് ഫോർ വർഷിപ്പ്, പ്രിപ്പറേഷൻ ഫോർ വർഷിപ്പ്. ആരാധിക്കാനുള്ള ഒരുക്കം, എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? നമ്മൾ ആദ്യം കണ്ടത് റിപ്പൻറ്റൻസ് ആൻഡ് റെക്കൺസിലിയേഷൻ. ദൈവസന്നിധിയിൽ ആരാധിക്കാൻ ചെല്ലുന്നതിന് മുമ്പ് ഒരു ചെക്കപ്പ് നടത്തണം. ആരെങ്കിലുമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ആർക്കെങ്കിലും നമ്മളോട് വല്ല പ്രശ്നമുണ്ടോ? ഇത് സെറ്റിൽ ചെയ്തിട്ട് വരാൻ. എങ്കിൽ മാത്രമേ യാഗവസ്തുവിൽ കർത്താവ് പ്രസാദിക്കുകയുള്ളൂ. അടുത്ത ട്രസ്റ്റാണ്. ദൈവത്തിൽ ആശ്രയിക്കാത്ത, ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളുടെ ആരാധന എത്ര പാട്ട് പാടിയാൽ, 1000 പാട്ട് പാടിയാൽ കർത്താവ് കൈക്കൊള്ളുന്നില്ല. അടുത്തത്, മൂന്നാമത്തത് എഴുതുക. നമ്പർ 3, ഗിവിങ് ഗോഡ് ഫസ്റ്റ് പ്ലേസ്. ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കണം. അല്ലാത്തൊരു ആരാധന ദൈവത്തിന് വേണ്ട. ഫസ്റ്റ് പ്ലേസ് ദൈവത്തിന് കൊടുക്കണം. മനുഷ്യർക്കോ ദൂതന്മാർക്കോ ഒരു ഫിലോസഫിക്കോ ഇഷ്ടപ്പെട്ട വേറെന്തെങ്കിലുമോ ജീവിതത്തിന് 1ാം സ്ഥാനം കൊടുത്താൽ ദൈവം അങ്ങനെയുള്ള ആരാധന സ്വീകരിക്കുന്നില്ല. ദൈവം പറയും, എനിക്ക് വേണ്ട ഫസ്റ്റ് മീ. ആദ്യം ദൈവം. ചില വചനങ്ങളിലേക്ക് വേഗത്തിൽ പോകാം. മാത്യു 4:10, മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് പോവുക. 4-ാം അധ്യായം 10-ാം വചനം നോക്കാം. അതിൽ പറയുന്നത്, യു ഷാൽ വർഷിപ്പ് ദ ലോർഡ് യുവർ ഗോഡ് ആൻഡ് ഹിം ഓൺലി ഷാൽ യു സെർവ്. യേശുവിനോട് ഇത് സാത്താനോട് പറയുന്ന കാര്യമാണ്. സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ആരാധന, ഈ ഭാഗം പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്.
എങ്കിലും ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് ഈ ഒരു ആസ്പെക്റ്റ്. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആവുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഈ സീനായ് മലയുടെ മുകളിൽ മോശ നടന്നു കയറി 40 രാവും 40 പകലും ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്നും 10 കൽപ്പനകൾ സ്വീകരിച്ചു. ഈ 10 കൽപ്പനകളെ പുതിയ നിയമത്തിൽ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എന്നൊക്കെ വരും കാലത്ത് ഏതെങ്കിലുമൊക്കെ ഒരു സമയം ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ പ്രാധാന്യമുള്ള ചില എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലകത്ത് കിടപ്പുണ്ട്. ഇപ്പോൾ തൽക്കാലം സുല്ലിട്ട് ഇതിലൊന്ന് നിന്നോട്ടെ. അപ്പോൾ കർത്താവ് 10 കൽപ്പന കൊടുത്തു. ആദ്യം കർത്താവ് കൽപ്പന കൊടുത്തത് ദൈവം തന്നെ തൻ്റെ വിരൽ കൊണ്ട് കൽപ്പലകയിൽ എഴുതി. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ദൈവം തൻ്റെ വിരൽ കൊണ്ട് എഴുതുമ്പോൾ അത് ഈ പാറയിൽ എച്ചി എന്ന പരിപാടിയുണ്ട്, കുഴിച്ച് കൊത്തുന്ന പരിപാടിയെല്ലാം ഉണ്ട്. അത് ചിലത് ഉളി കൊണ്ട് കൊത്തി അങ്ങനെ ഉണ്ടാക്കാം. ഇപ്പോൾ മോഡേണായിട്ട് പല ഡ്രില്ലിംഗ് മെഷീനുകളും കമ്പ്യൂട്ടറിലും ഒക്കെ ചെയ്യാവുന്ന പലതും ഇപ്പോൾ ഉണ്ട്. എന്നാൽ ദൈവം തൻ്റെ വിരലുകൊണ്ട് കൂളായിട്ട് എഴുതിയപ്പോൾ തന്നെ നമ്മൾ മണ്ണിൽ എഴുതുമ്പോൾ ഇത് വരും. ചില കുട്ടികൾ ചെന്ന് കടലിൻ്റെ അടുത്ത് ചെന്ന് കടലമ്മ കള്ളി എന്ന് എഴുതി വെക്കും. എന്താണെന്ന് വെച്ചാൽ അടുത്ത അപ്പം തന്നെ അടിച്ചത് വായിച്ചുകൊണ്ട്. അപ്പോൾ കൂളായിട്ട് കുഞ്ഞു വിരൽ കൊണ്ട് എഴുതാം, കാരണം ഇറ്റ് ഈസ് സോഫ്റ്റ്. എന്നാൽ ഒരു ഹാർഡ് റോക്കിൽ കർത്താവ് തൻ്റെ വിരൽ കൊണ്ട് എഴുതി എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ വിരല് തൊടുമ്പോൾ തന്നെ അതങ്ങ് തുളഞ്ഞു കീറിപ്പോയി കാണും. അങ്ങനെ എഴുതി തനിക്ക് കൊടുത്ത 2 ടാബ്ലറ്റ്സ്, 2 കൽപ്പലക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. മോശ അരോഗദൃഢഗാത്രനായി, വെൽ ബിൽറ്റ് ബോഡിയാണ്. 120 വയസ്സിൽ മല കയറിയ ആളാണ്. 2 പലക എന്ന് പറയുമ്പോൾ കല്ലുകൊണ്ടുണ്ടാക്കിയ പലക എന്ന് പറയുമ്പോൾ സാധാരണ ഇങ്ങനെ നമ്മൾ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കണ്ടു കാണും. എന്താണേലും നല്ല വെയിറ്റ് ഉണ്ട് അതിൽ. കാരണം നോട്ട്ബുക്കിലൊക്കെ എഴുതാനുള്ള പേപ്പറോ സാധനങ്ങളൊന്നും അന്ന് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതിലെഴുതി കൊടുത്ത കൽപ്പനയിൽ ഒന്നാമത്തേത് എന്താണ്? നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അതെല്ലാം കൂടി എടുത്തു നോക്കിയാൽ പറയുന്ന ഇതാണ്: എന്നെ അല്ലാതെ വേറൊരു ദൈവത്തെ നീ ആരാധിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശിക്ഷകളും എല്ലാതിനു ശേഷം പറയുന്നു. ആരാധന ദൈവത്തിന് മാത്രം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആരാധന ദൈവത്തിന് മാത്രം. ലൈവ് ചാറ്റിൽ 1000 പ്രാവശ്യം അടിച്ചിടുക, ആരാധന ദൈവത്തിന് മാത്രം. കമൻറ്റ് സെക്ഷനിലേക്ക് പോകുന്നവർ ഒരു കൂട്ടർ കമൻറ്റ് സെക്ഷനിലേക്ക് പോയി ടൈപ്പ് ചെയ്യുക, ആരാധന ദൈവത്തിന് മാത്രം. വർഷിപ്പ് ഈസ് ഓൺലി ഫോർ ഗാഡ്. വേറെ ഒരു വ്യക്തിക്ക് ആരാധന കൊടുക്കരുത്. അതുകൊണ്ടാണ് സാത്താൻ തന്ത്രപൂർവ്വം യേശുവിനോടെന്ന് പറയുകയാണ്, യേശുവിൻ്റെ മനുഷ്യത്വത്തിലാണ് പരീക്ഷ മുഴുവൻ നടക്കുന്നത്, ദൈവത്വത്തിലല്ല. നമ്മൾ നന്നായി മനസ്സിലാക്കിയിരിക്കണം. യേശുവിൻ്റെ 3 പരീക്ഷകളും നടന്നത്, ടെംപ്റ്റേഷൻസ് നടന്നത് അവൻ്റെ മനുഷ്യത്വത്തിലാണ്, ദൈവത്വത്തിലല്ല. ദൈവത്വത്തിൽ പരീക്ഷയില്ല. മനുഷ്യനായിരിക്കുന്ന, കാരണം വിശപ്പ് എവിടെയാ? മനുഷ്യത്വത്തിലാണ്. അതുകൊണ്ട് ഈ കല്ലപ്പമാക്കി ഭക്ഷിക്കുവാൻ പറയുന്നു. പിന്നെ ഈ ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ചാടാൻ പറയുന്നു. സകല സാമ്രാജ്യങ്ങളുടെ മഹത്വത്തെ കാണിച്ചിട്ട് ചുമ്മാ ഒന്ന് വണങ്ങിയാൽ മതി, ഇതെല്ലാം തന്നേക്കും. എൻ്റെ അർത്ഥം കുരിശിലൊന്നും പോകേണ്ട, കഷ്ടപ്പാടൊന്നും സഹിക്കേണ്ട. ഷോർട്ട് കട്ടിൽ നമ്മൾ തമ്മിൽ ഈ പരിപാടി അങ്ങ് തീർത്തേക്കാന്നേ. ഈ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്? ഒത്തിരി ഹാർഡ് വേയിൽ പോയി ഇതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തമ്മിൽ ഇവിടെ വെച്ച് അങ്ങ് സെറ്റിൽ ചെയ്താൽ പരിപാടി തീർന്നു. നീ എന്നെ അങ്ങ് കാമിച്ചാൽ മതി. സകല ആരാധനയും സ്വീകരിക്കുന്ന ആളോടാണ് ഇത് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇതുപോലെ ബ്രെയിൻ ഡാമേജ് ആയ വേറൊരു വ്യക്തി, അതാണ് സാത്താൻ. എനിവേ, കർത്താവ് വ്യക്തമായി പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോകോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇതെല്ലാവർക്കും ഉള്ളൊരു പാഠമാണ്, ഒരു വാർണിംഗ് ആണ്. ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിച്ചേക്കരുത്. ഒരു പ്രതിമയോ ഒരു വിഗ്രഹത്തെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മനുഷ്യരെയോ, മരിച്ചുപോയ മനുഷ്യരെയോ, ദൂതന്മാരെയോ, നോവേ. അതാണ് ഒന്നാമത് തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്.
അടുത്തൊന്ന് Malachi chapter 1 verse number 6a part. As a son honors his father, and as a slave his master. If I am a father, where is the honor due to me? If I am a master, where is the respect due to me? Says the Lord Almighty. മലയാളം കൂടി നമുക്ക് നോക്കാം. This is really good. മകൻ അപ്പനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെയെന്ന് സൈന്യങ്ങളെ യഹോവ. പിന്നെ പിന്നീട് വായിച്ചാൽ മതി ബാക്കി. കർത്താവ് ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ ബഹുമാനം അർഹിക്കുന്ന ആരാ? ദൈവമാണ്. അപ്പോൾ ചിലർ വിചാരിക്കും ബഹുമാനം അർഹിക്കുന്നവരെ തന്നെ അങ്ങ് ബഹുമാനിച്ചോളൂ. നോ, ഏറ്റവും ബഹുമാനം അർഹിക്കുന്ന കർത്താവ് പറയുവാണ്, ഞാൻ നിന്റെ പിതാവെങ്കിൽ എന്നുള്ള ബഹുമാനം എവിടെ? എനിക്കുള്ള ബഹുമാനം താ. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഇഫ് യു ഓണർ മീ, ഐ വിൽ ഓണർ യു ബാക്ക്. ഒരു റെസിപ്രോക്കൽ സിസ്റ്റം ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, അല്ലാത്തവന് മാനം ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം. ഓൾറൈറ്റ്. ഇനി Revelation chapter 22 and verse number 9. വെളിപ്പാട് പുസ്തകം 22:9. But he said to me, don't do that. I am a fellow servant with you and with your fellow prophets and with all who keep the words of this scroll. Worship God. ഇതൊരു ഭയങ്കര സംഭവമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 22:9 എന്ന് വെച്ചാൽ ഏറ്റവും അവസാനത്തെ പുസ്തകം, അതിൽ ഒരു വചനമാണ്. ഏറ്റവും അവസാനത്തെ പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ 9ാമത്തെ വചനം. എന്നാൽ അവൻ എന്നോട്, ഇതൊരു ദൂതനാണ്, യോഹന്നാൻ അപ്പസ്തോലിനോട് പറയാം, അതരുത്. ഏതരുത്? അതിനു മുമ്പ്, തൊട്ടു മുമ്പ് പറയുന്നുണ്ട്, ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചു തന്ന ദൂതൻ്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. കാരണം ഈ ദൂതന്മാരെന്ന് പറഞ്ഞാൽ അതുപോലെ ഭയങ്കര പ്രഭാവവും ഭയങ്കര സ്റ്റാച്ചറൊക്കെ ഉള്ള ബീങ്സാണ്. നേരെ അങ്ങ് വീണ് ആ ദൂതനെ അങ്ങ് നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, ബോധമുള്ള ദൂതനാണ്, ഏഞ്ചൽ പറഞ്ഞു, അതരുത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഡോണ്ട് ഡു ദാറ്റ്. വളരെ കാർക്കശ്യത്തോടുകൂടെ ദൂതൻ പറയാണ്, ഒരിക്കലും അത് ചെയ്യരുത്. നോ, എന്നെ വീണ് നമസ്കരിക്കരുത്. എന്നിട്ട് പറയും, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ. എന്ന് വെച്ചാൽ ഐ എം എ ഫെലോ സെർവന്റ് വിത്ത് യു ആൻഡ് ഓൾ അതർ പ്രോഫറ്റ്സ്. ഓക്കെ, ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. എന്നതിന് ശേഷം ഇംപെരാറ്റീവിൽ പറയാണ്, വർഷിപ്പ് ഗോഡ്. നീ ദൈവത്തെ ആരാധിക്കുക, എന്നെ ആരാധിക്കരുത്. ഞാൻ ദൂതനാണ്. ഞാൻ നിന്നെ പോലെ തന്നെ ദൈവത്തെ സേവിക്കുന്ന ഒരാളാണ്. ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. ഐ ആം യുവർ ഫെലോ സെർവൻറ്റ്. വി ആർ ഫെലോ സെർവൻറ്റ്സ്. നമ്മൾ ദൈവത്തിൻ്റെ സെർവൻസ് ആണ്. ദൂതന്മാരും ദൈവത്തിൻ്റെ സെർവൻസ് ആണ്. നമ്മൾ മനുഷ്യരാണ്, അവർ ഏഞ്ചൽസ് ആണ്. ഇതിനുള്ള വ്യത്യാസം. അതുകൊണ്ട് ചെയ്യരുത്. എല്ലാവരും കേട്ടോ, ഒരു ദൂതനെയും ആരാധിക്കരുത്. മിഖായേൽ, മൈക്കിൾ എന്ന് പറയുന്നൊരു ദൂതനുണ്ട്, നോവേ, ആരാധിക്കരുത്. ഗബ്രിയേൽ എന്നൊരു ദൂതനുണ്ട്, ആരാധിക്കുക. അവർ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ ഏത് ദൂതനെ കിട്ടിയാൽ മുമ്പിൽ വന്നാലും ആരാധിക്കരുത്. അവർ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന കെരൂബുകളോ സറാഫുകളോ ഒക്കെ മാത്രമാണ്. ഇനി റോമലേഖനം 1-ാം അധ്യായം 18 മുതലുള്ള ഭാഗം കൂടെ നമുക്കൊന്ന് നോക്കാം. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഒരുപക്ഷെ ഇതിനേക്കാൾ ശക്തമായി പറയുന്ന വേറൊരു ഭാഗം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത്രയ്ക്ക് ശക്തമായി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് റോമാലേഖനം 1:18 മുതൽ താഴേക്ക് അങ്ങ് കിടക്കുക. നമുക്കൊന്ന് നോക്കാം. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും അഭക്തിക്കും അനീതിക്കും നേരെ
ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബൈബിൾ കൂടെ ഫുൾ എഴുതപ്പെട്ട ശേഷം ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ അറിയേണ്ടത് എല്ലാമല്ല, അറിയേണ്ടതല്ല, വെളിവായി കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഗോഡ് ഹാസ് റിവീൽഡ് ഹിംസെൽഫ് in multifarious ways to human beings. അവൻ മറഞ്ഞിരിക്കുന്നവനെങ്കിലും ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും ദൈവം ദൈവത്തെ തന്നെ സകല സൃഷ്ടികൾക്കും വെളിവാക്കിയിരിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ അവൻ്റെ നിത്യശക്തി. ഇതിനുമുമ്പ് നമ്മളിത് വായിച്ചിട്ടുണ്ട് പല പ്രാവശ്യം, പക്ഷെ ഇത് വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്നു. ഇത് വായിച്ച ബോധം തെളിയും, കറക്റ്റാവും ഈ സാധനമൊക്കെ. അവൻ്റെ നിത്യശക്തി, എല്ലാവരും പറഞ്ഞ നിത്യശക്തി. ദിവ്യത്വവും എല്ലാവരും പറഞ്ഞ ദിവ്യത്വം. നിത്യശക്തി, ഇറ്റേണൽ പവർ. ദിവ്യത്വം, ഡിവൈൻ പവർ. അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ. ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്, അവൻ്റെ കാര്യങ്ങളൊക്കെ ഇൻവിസിബിളാണ്, ഈ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഇനി തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരാളെ മനസ്സിലാക്കണം അയാളുടെ പ്രവൃത്തി നോക്കിയാൽ മതി. ഒരു കലാകാരൻ ഒരു കലാസൃഷ്ടി ഉണ്ടാക്കി, ഒരു വലിയൊരു സ്റ്റാച്യു ഉണ്ടാക്കി എന്നിരിക്കട്ടെ. ആ സ്റ്റാച്യുവിനെ കാണുമ്പോൾ ഇതെങ്ങനെ ഒരു കാറ്റടിച്ച് മണ്ണ് കൂടി ആ മണ്ണുറച്ച് പാറയായി തീർന്ന് ഇതുപോലെ മനോഹരമായ കണ്ണും മൂക്കും എല്ലാം ഉള്ള ഫീച്ചേഴ്സ് ഉള്ള ബ്യൂട്ടിഫുൾ ഒരു പ്രതിമയായി മാറി. ആരെങ്കിലും വിശ്വസിക്കൂ? ഈ പ്രതിമ ഇത് ആരാ ഉണ്ടാക്കിയ? ഹു ഈസ് ദ സ്കൾപ്റ്റർ? ഇതുണ്ടാക്കിയ ശില്പി ഏതാ? അപ്പൊ അതിന്റെ പുറകിൽ അതിനെ സൃഷ്ടിച്ച, അതിനെ ക്രിയേറ്റ് ചെയ്ത ഒരാളുണ്ട്. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരവേല, ഹാൻഡി വർക്ക്, ദൈവം കൈകൊണ്ടുണ്ടാക്കിയ കരവേലയാണ് ഈ കാണുന്ന നക്ഷത്രങ്ങളും ഭൂമിയും സൂര്യനും സകലവും. അത് കാണുമ്പോൾ അറിയാം അതിൻ്റെ സ്രഷ്ടാവ് എത്ര വലുതായിരിക്കും, എത്ര മഹാനായിരിക്കും. വളരെ ജീനിയസ് ആയിട്ടുള്ള ഒരാളാണ് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രതിമ അല്ലെങ്കിൽ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കിയെന്ന് എല്ലാവർക്കും അറിയാം. അത്രയ്ക്ക് ജീനിയസ് ആയിരിക്കും ആൾ. അങ്ങനെയെങ്കിൽ ഈ അഖിലാണ്ടം മുഴുവൻ ഉണ്ടാക്കിയ ദൈവം എത്ര ജീനിയസ് ആയിരിക്കും. എന്നാൽ അത് വെളിപ്പെടുന്ന അവൻ്റെ പ്രവൃത്തികളിലൂടെയാണ്. അവൻ എന്തുണ്ടാക്കി അതിലൂടെ. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. ഇതെന്തിനെങ്ങനെ ചെയ്യുന്നു ചോദിച്ചാൽ തിരിച്ചൊന്നും പറയാൻ ഇല്ല. തിരിച്ച് അങ്ങനെ ചെയ്യില്ല, നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, നീ ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഇതൊന്നും നമുക്ക് പറയാൻ വകുപ്പില്ല, കാരണം പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തി വെച്ചിരിക്കുക. പക്ഷേ 21-ാം വചനം അല്പം ഡേഞ്ചറസ് ആണ്. അതിൽ പറയുന്ന അവർ ദൈവത്തെ അറിഞ്ഞിട്ടും. അങ്ങനെ അറിഞ്ഞിട്ടും, എങ്ങനെ അറിഞ്ഞിട്ടും? പ്രവൃത്തിയിലൂടെ. ദൈവമുണ്ടാക്കിയ സമുദ്രങ്ങൾ, മലകൾ, പുഴകൾ, തടാകങ്ങൾ, കാടുകൾ തുടങ്ങി കാണുന്നതെല്ലാം അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ഈ ദൈവത്തെ ആരാധിക്കാഞ്ഞത് നിമിത്തം അല്ലെങ്കിൽ മഹത്വം കൊടുക്കാഞ്ഞത് നിമിത്തം അവർ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അങ്ങനെ അവരുടെ ഹൃദയം തന്നെ അങ്ങ് ഇരുളായിപ്പോയി, പെട്ടെന്ന് ഇരുട്ടടി പോലെ ആയിപ്പോയി. 22 ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. ഒത്തിരി പേരുന്ന പണ്ഡിതന്മാർ, ഞാനാണ് എല്ലാം അറിയാവുന്ന ആളെന്നുള്ള ഭാവത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ അവര് ദൈവസന്നിധിയിൽ മൂഢരാണ്. ഫൂൾസ്, ഇഡിയറ്റ്സ്, സ്റ്റുപ്പിഡ്. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ഇങ്ങനെ വന്നപ്പോൾ എന്തു പറ്റി? അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ഈ മഹാദൈവത്തെ, പ്രപഞ്ചത്തിൽ പോലും ഒതുങ്ങാത്ത മഹാദൈവത്തെ, ദൈവത്തിന്റെ സൃഷ്ടിയായ ഈ പറഞ്ഞ മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി, റെപ്റ്റൈൽസ് ഇങ്ങനെയുള്ളതൊക്കെ ആക്കി മാറ്റിക്കളഞ്ഞു. എത്ര ബോധമുണ്ടെന്ന് പറയുന്ന, ജ്ഞാനമുണ്ടെന്ന് പറയുന്നവർ ഇതിന്റെ മുമ്പിൽ പോയി വണങ്ങുകയാണ്. ഇതെന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് സംഭവിച്ചു? ഹൃദയം ഇരുണ്ടുപോയി. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന്
അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ഇതെന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇത് പറയുന്നത് ഹോമോസെക്ഷുവാലിറ്റി, അതുപോലെ ലെസ്ബിയനിസം തുടങ്ങിയ സ്വർഗരതിയെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ ദൈവം അവരെ വിട്ടുകൊടുത്തു. എന്തിന്? വളരെ ഹീനമായ പ്രവൃത്തികളിലേക്ക്. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ നടക്കുന്ന ഹോമോസെക്ഷുവാലിറ്റി, ലെസ്ബിയനിസം, LGBTQRSTUVWXYZ എത്ര ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത്രയും സെക്ഷൽ പെർവേർഷൻസ്, ഇതിൻ്റെ എല്ലാം റീസൺ, ഇതൊരിക്കലും ഞാൻ പറഞ്ഞതാണ്, റീസൺ എന്താണ്? ദൈവത്തെ ആരാധിക്കാത്തത്. ശരിയായ സ്രഷ്ടാവിനെ ആരാധിക്കാതിരുന്നാൽ, ഒന്നാം സ്ഥാനം കൊടുക്കാതിരുന്നാൽ, മനുഷ്യൻ അന്ധതയിലേക്ക്, എന്ന് വെച്ചാൽ അജ്ഞാനത്തിലേക്ക്, മുതലക്കൂപ്പ് കുത്തി എല്ലാവിധ മ്ലേച്ഛതകളിലേക്കും സെക്ഷൽ പെർവേർഷനിലേക്കും വീഴും എന്ന് ചരിത്രത്തിൽ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യത്തെ ദിവസം തന്നെ, അതിന് മുമ്പ് തന്നെ പറയാൻ തുടങ്ങി, പറഞ്ഞു അമേരിക്കയിലാകെ 2 സെക്സേ ഉള്ളൂ, മെയിൽ ആൻഡ് ഫീമെയിൽ. 2 തരത്തിലുള്ള മനുഷ്യരെ ഇവിടെ ഉള്ളൂ, ബാക്കി എല്ലാം ഇല്ലീഗലാണ്. ശക്തമായി പറഞ്ഞു. അപ്പം അങ്ങനെ ഒരാളത് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നേഷൻ വൈഡ് ഒരു ശുദ്ധീകരണം ഉണ്ടാകുകയാണ്. മനസാന്തരപ്പെട്ടിട്ട് അല്ലെങ്കിലും പേടിച്ചിട്ടെങ്കിലും കുറേ പേര് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ, ദൈവം സൃഷ്ടിച്ചത് ആണും പെണ്ണുമായിട്ട് വ്യക്തമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവം ആകെ 1ഉം 2ഉം ആണും പെണ്ണുമായി മാത്രമേ സൃഷ്ടിച്ചുള്ളൂ, അതിനിടയ്ക്ക് ഒന്നുമില്ല. കേൾക്കുന്നുണ്ടോ? കല്യാണം കഴിപ്പിച്ചപ്പോൾ കർത്താവ് കല്യാണം കഴിപ്പിച്ചത് ആഡം ആൻഡ് സ്റ്റീവ് അല്ല, ആഡം ആൻഡ് ഈവാണ്. തമാശ രീതി പറയുന്നു. ഒരാണിനും തമ്മിലല്ല കല്യാണം കഴിപ്പിച്ചത്, ആഡം ആൻഡ് ഈവ്, ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലാണ് കല്യാണം കഴിപ്പിച്ചത്. ഇതാണ് ഒറിജിനൽ ഫൗണ്ടേഷൻ ഓഫ് മാരേജ്. അതിനെ പിശാച് ഡിസ്റ്റോർട്ട് ചെയ്ത് എല്ലാം നാശമാക്കി കളഞ്ഞു. ഇത് പിശാചിൻ്റെ പ്രവൃത്തി. പക്ഷെ ഇത് വരാൻ കാരണം എന്താണെന്നാണ് പറഞ്ഞു വരുന്നത്. വരാൻ കാരണം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തില്ല, ദൈവത്തെ ആരാധിച്ചില്ല. അതിൻ്റെ കോൺസിക്വൻസസ് ആണ് ഈ പറഞ്ഞു വരുന്നത്. എന്തിനെ കുറിച്ചാണ്? നാം ആരാധിക്കുന്നതിന് മുമ്പ് നമുക്ക് ചില പ്രീ റെക്വസൈറ്റ്സ് ആവശ്യമാണ്, ഒരുക്കം ആവശ്യമാണ്. അതിൽ ഒന്നാണ് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക. 1-ാം സ്ഥാനം കൊടുക്കാതിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. 27-ാമത്തെ വചനത്തിൽ അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച ആണോടാണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു. എത്ര ശക്തമായ ഭാഷയാണ് നമുക്ക്. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. 28, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്ത ചെയ്യാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരെന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവർ പ്രസാദിക്കുക കൂടെ ചെയ്യുന്നു. ഒരു അതിഭീകരമായ ഭാഷയാണ്. 3 ഒരുക്കങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് കേട്ട വചനങ്ങൾ ശക്തമായ ഹൃദയങ്ങളിൽ പതിയട്ടെ. ദൈവത്തിന് ഞങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദയവായി ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിക്കാം. കർത്താവെ, ജനങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കൊച്ചുമക്കളുടെ കാര്യത്തിൽ വിഷമിച്ചിരിക്കുന്ന ചില ഗ്രാൻഡ് പാരൻസിനെ ഞാൻ കാണുന്നു. കർത്താവെ, അവരിൽ ചില വിടുതലുകൾ അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ കുടുംബജീവിതത്തിൽ വലിയ പ്രയാസം അനുഭവിക്കുന്നവർ, യേശു നാമത്തിൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. മദ്യപാനികൾ അതിൽ നിന്ന് യേശു നാമത്തിൽ പുറത്തു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതൽ കർത്താവെ എല്ലാവരിലും അങ്ങ് കൽപ്പിക്കുന്നതിനായി
നന്ദി പറയുന്നു. യേശു നാമത്തിൽ, യേശു നാമത്തിൽ, യേശു നാമത്തിൽ വലിയ വിടുതൽ ഉണ്ടാകട്ടെ. കൈനീട്ടം നിങ്ങളുടെ വിഷയങ്ങൾ എന്താണെങ്കിലും വിശ്വസിച്ച് വിടുതൽ സ്വീകരിക്കുക. യേശു നാമത്തിൽ, യേശു നാമത്തിൽ, യേശു നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആമേൻ. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിയുടെ ലിങ്ക് എടുത്തിട്ട് ദയവായി നിങ്ങൾ വാട്സപ്പ് സ്റ്റേറ്റസിലിടുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക. നോട്ട്സ് എല്ലാവരും എഴുതിയെടുത്തെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ.